20 കിലോ പുഴുങ്ങാനാണ് നമുക്ക് 900 ലിറ്റർ പാല് കൂടുതൽ വേണം. 20 കിലോ പുഴുങ്ങാൻ വേണ്ടിട്ട്. പക്ഷെ പൊടിച്ചു കഴിയുമ്പോൾ ഇതൊരു 10-12 കിലോ കൂടുതൽ കിട്ടത്തില്ല. നല്ല പശുവും പാലാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. പാക്കറ്റ് പാലല്ല. അല്ലല്ല, ചെയ്യുമ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്ത് കൊടുക്കണം. ഒഴിച്ചു വെച്ചാ 7 പ്രാവശ്യം ഇതുപോലെ പുഴുങ്ങണം. എത്ര? 7 പ്രാവശ്യം. 7 പ്രാവശ്യം ഇതിനകത്ത് പുഴുങ്ങണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവത്തുള്ളൂ. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഈ പാലിട്ട് പുഴുങ്ങിയിട്ട് വീണ്ടും പാല് വെളിയിലിടണം. എന്നിട്ട് നമുക്ക് ആ നിഴലത്തിടണം. വെയിലില്ലാത്ത. എന്നിട്ട് വീണ്ടും പിറ്റേന്ന് ഇതേപോലെ പുഴുങ്ങണം. അത് തന്നെ വീണ്ടും പുഴുങ്ങണം. അങ്ങനെ 7 പ്രാവശ്യം പുഴുങ്ങണം. അപ്പൊ 7 ദിവസം ആ പ്രോസസ്സിങ് തന്നെ വേണ്ടി വന്നു. ഇത് ഉണങ്ങി കിട്ടാനായിട്ട് മൊത്തം കൂടെ ഓരോ 18 ദിവസം വേണം. 18 ദിവസം വേണം. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൊടിയായിട്ട് വരത്തുള്ളൂ. നമ്മൾ ഈ സാധനം പാലി കഴുകുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താണ്? ഈ പാലി കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് ചില മരുന്നുകളെല്ലാം നമ്മൾ പ്രോസസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ മരുന്നിന് അതിനെ സ്ഫുടം ചെയ്തെടുക്കുന്നത് ഈ രീതിയിലാണ്. ഇതൊരു 3-4 മണിക്കൂർ വേവണം. ഇത് കിടക്കണം. വെന്ത് കഴിയുമ്പോൾ അത് വിറവിന്റെ ഇതിലാണ് നമ്മൾ വേവിക്കുന്നത്. വെന്ത് കഴിയുമ്പം ഇത് വെള്ളമാവും. ഈ പാലിനി ഇല്ല. ഈ പാല് നിറം ഫുള്ള് മാറി വെള്ളമാവും. ഇത് മൊത്തം അത് വലിച്ചെടുക്കും. അപ്പൊ ഇതിനകത്തുള്ള സത്ത് മൊത്തം, പാലിന്റെ യഥാർത്ഥ സത്ത് മൊത്തവും അശ്വന്ത വലിച്ചെടുക്കും. അപ്പൊ ആ ഗുണവും കൂടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് 7 പ്രാവശ്യം പുഴുങ്ങുന്നത് വെറുതെ അല്ല, ഗുണം ഇരട്ടിക്കുക. 20 കിലോ പുഴുങ്ങാനാണ് നമുക്ക് 900 ലിറ്റർ പാല് കൂടുതൽ വേണം. 20 കിലോ പുഴുങ്ങാൻ വേണ്ടിട്ട്. പക്ഷെ പൊടിച്ചു കഴിയുമ്പോൾ ഇതൊരു 10-12 കിലോ കൂടുതൽ കിട്ടത്തില്ല. ഇതെങ്ങനെ സന്തോഷം മുങ്ങിക്കിടക്കണമെന്നാണോ? ഇത് മുങ്ങിക്കിടക്കണം. അല്ലേ? പിന്നെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് വീർക്കും. ഇത് വീർക്കും അല്ലേ? പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ ചുക്കലായി വീണ്ടും ഇതിനെക്കാട്ടി അങ്ങ് മാറും. ഈ ചാക്കടി താഴത്ത് കിടക്കുന്ന ചാക്കുകൾ മുഴുവനും അശ്വഗന്ധ സ്റ്റോക്ക് ചെയ്തിരിക്കുക. എവിടുന്നാ ഇത്? നമ്മൾ വടക്കേ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഈ സാധനം സ്റ്റോക്ക്. അത്രയ്ക്ക് ആവശ്യക്കാരുള്ള. മാത്രമല്ല നമ്മളൊരു 10 വർഷത്തിൽ കൂടുതലായി ഇത് ചെയ്യാൻ പകുതി വേവായി. ഇപ്പൊ ദാണ്ട ഇതിന്റെ വലിപ്പം കണ്ടോ, ഇതിന്റെ വണ്ണമൊക്കെ കണ്ടോ? ഇതങ്ങ് നമ്മൾ ആ കണ്ട സാധനമൊക്കെ വീർത്ത് കണ്ടോ? ഇത്രയും വലിപ്പമായി. ഇനി ഒരു 1.5 മണിക്കൂർ കഴിയണം. ഇപ്പൊ തന്നെ പാല് കണ്ടോ? ഇത് പാല് മാറി. ഇത് കണ്ടോ? പാലിന്റെ നിറം ചേഞ്ച്. ലാസ്റ്റ് കാണിക്കാം. ഇതിപ്പോ വെള്ളം പോലെ ആയി മാറിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് പാലിന്റെ സത്ത് മൊത്തം ഇത് കുടിക്കുവാ ഇത് കണ്ടോ നമ്മൾ എങ്ങനെയായിരുന്നു പാൽ ഒഴിച്ചത്? കണ്ടോ? വെറും വെള്ളം, പൂ പോലിരുന്ന പാല് വെറും വെള്ളമായി മാറി അല്ലേ? അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ മൊത്തം ഈ പാലിനകത്തുള്ള ഏറ്റവും സത്ത് സംഭവങ്ങൾ മൊത്തം എടുത്തു. അപ്പൊ ഇതിന് ചേട്ടൻ നേരത്തെ പറഞ്ഞാൽ വീർത്ത് തൊടാൻ പറ്റില്ല. വലിപ്പം കണ്ടോ? ഭയങ്കര ചീനിക്കിഴങ്ങിന്റെ കൂട്ടായില്ലയോ? അതെ, അതങ്ങ് കിടന്ന് വീർത്തല്ലേ? അതെ തന്നെ. ഇത് ഇനി 7 പ്രാവശ്യം ചെയ്യാൻ 6 പ്രാവശ്യം ചെയ്യാനുള്ള ആലോചിക്കണം. 6 പ്രാവശ്യം ഇതുപോലെ ചെയ്യണം. ഇത് ഇനി നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇത് നിലത്തിടും, വെയിലത്തിടും. അല്ലേ? ഇതിനകത്ത് അമുക്കുരം തന്നെയാണ്, അശ്വഗന്ധ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈ പുസ്തകം വിപണി മേടിക്കാൻ കിട്ടുന്നതാ, നിങ്ങൾക്ക് മേടിച്ച് നോക്കാം. മാത്രമല്ല ഇതിന്റെ കുറെ പുസ്തകങ്ങൾ വേറെ ഉണ്ട്, എല്ലാം കൂടെ കാണിക്കാൻ വീഡിയോയിൽ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ഡോക്ടർ സിംഗും മാളവിയും കൂടെ ചേർത്തുള്ള ഒരു വലിയ റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ താഴോട്ട് 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെയാണ് ഒരാൾ കഴിക്കേണ്ടത്. 6 തൊട്ട് 10 ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ. ഇവിടെ താഴെ കണ്ടില്ലയോ? ഇത് പതിവായിട്ട് ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളമില്ലാതെ നിൽക്കുന്ന ചെടിയില് വെള്ളം ഉണ്ടാവുമ്പോൾ പുഷ്ടിക്കുന്നത് പോലെ തന്നെയാണ് ദുർബലരായിട്ടുള്ള ആൾക്കാര് പുഷ്ടിയായിട്ട് വരുന്നത്. ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടായാലും, എനർജി പവർ ആയാലും, അലസതയായാലും, ടെൻഷൻ ആയാലും, നമ്മുടെ മാനസിക പ്രശ്നങ്ങളായാലും, ഇനി എല്ലാത്തിനും ഇതിനപ്പുറം ഒരു സാധനം ഇല്ലെന്നാണ് ഈ പുസ്തകങ്ങൾ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പറയും ശിലാസന്തോഷം എവിടുന്നാണ് ഈ അറിവ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഗ്രന്ഥങ്ങൾ തൊട്ട് പുസ്തകങ്ങൾ ശിലാമ്യൂസിലെത്തിയ കാണിച്ചു തരാം. ഇതിന് രുചി വ്യത്യാസമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പം ഇത് മധുരം ഒന്നും ചേർക്കണമെന്നില്ല, ഒരു സാധനം വേണമെന്നില്ല, നേരെ ഇങ്ങനെ തന്നെ കുടിക്കാം. അതിപ്പം പാലിലല്ലാതെ വെള്ളത്തിലായാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും.